പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ്. ഒരു കിച്ചൺ ഏപ്രൺ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഴയ ഒരു നൈറ്റിയാണ്. നമ്മുടെ കയ്യിൽ പഴയ നൈറ്റിയോ ഉപയോഗിക്കാത്ത ടോപ്പോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഏപ്രൺ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നൈറ്റി ഞാനിവിടെ 4 ആയിട്ടാണ് മടക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും എടുത്തിട്ട് 2 ലെയറുകളാക്കിയാണ് ഞാൻ ഈ ഏപ്രൺ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം ഇതിൻ്റെ ബോട്ടം ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്നും മുകളിലേക്കൊരു 31 ഇഞ്ചാണ് ഞാൻ ഇറക്കം എടുക്കുന്നത്. പിന്നെ ഷോൾഡറിൻ്റെയൊക്കെ വീതി എടുക്കുന്നത് പോലെ ഞാനിവിടെ ഒരു 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു 10 ഇഞ്ചും എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചെസ്റ്റ് റൗണ്ടായിട്ട് ഞാൻ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു വലിയ ആൾക്കാർക്കുള്ള അളവിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ചെറിയ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഞാൻ ചെറിയൊരു ഷേപ്പ് കൊടുത്താണ് വരച്ചെടുക്കുന്നത്. ഇവിടുത്തെ വീതി ഞാൻ എടുത്തിട്ടുള്ളത് 13 ഇഞ്ചാണ്. ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടും വരച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ സൈഡ് ഭാഗത്ത് 1 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കർവ് ഷേപ്പ് വരച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തും സൈഡ് ഭാഗത്തും കൊടുക്കാനുള്ള വള്ളികൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള തുണിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനു മുമ്പ് ഇതിൽ നിന്നും ഒരു പീസ് എടുത്തതിന് ശേഷം ഇതിൽ ഞാനൊരു പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ പോക്കറ്റ് വെക്കേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തിട്ട് ഇവിടെ നിന്നും വലത്തോട്ട് 1 ഇഞ്ച് മാറ്റി മുകളിൽ നിന്നും താഴേക്കൊരു 12 ഇഞ്ച് ലെങ്തിലാണ് ഞാൻ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. പോക്കറ്റൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ 2 ആയിട്ട് മടക്കി വെച്ചിട്ട് 3 ഇഞ്ച് വീതിയിലുള്ള 2 പീസുകളാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ 2 ആയിട്ട് മടക്കി വെച്ചിട്ട് 7 ഇഞ്ച് നീളത്തിലും 3.5 ഇഞ്ച് വീതിയിലും ഇതുപോലെ 2 പീസുകളും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഇതുപോലെ 1/2 ഇഞ്ച് ചരിച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് മുകളിൽ 2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം 1/2 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് തിരിച്ചെടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ പോക്കറ്റ് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കിൻ്റെ ഭാഗത്ത് വയ്ക്കുന്ന സ്ട്രാപ്പിന് ഞാൻ 21 ഇഞ്ച് നീളമാണ് കൊടുക്കുന്നത്. അത് ഇതുപോലെ 2 ആയിട്ട് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടി മടക്കിയതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ 3 വള്ളികളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ വള്ളി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് ഭാഗങ്ങളിലും ഇതുപോലെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അതിന് മുകളിലേക്ക് മറ്റേ പീസും കൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിന് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ നല്ല ഭാഗത്തേക്ക് തിരിച്ചെടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ബോട്ടം ഭാഗം കൂടി ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഏപ്രൺ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.